ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് PCODക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് 3 യോഗാസനങ്ങൾ പരിചയപ്പെടാം. നമുക്കറിയാം ഇന്ന് PCOD ചെറിയ കുട്ടികൾ മുതൽ, അതായത് 14-15 വയസ്സ് മുതൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സസൈസ് PCOD എന്നുള്ള അസുഖത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമായി ഇന്ന് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം PCODൻ്റെ ഫലമായിട്ട് അമിതമായ വണ്ണം, ക്രമം തെറ്റിയുള്ള ആർത്തവം, അമിതമായ ബ്ലീഡിങ് അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, അമിതമായ മുടി കൊഴിച്ചിൽ, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം എന്നിങ്ങനെ തുടങ്ങി കുറേയധികം സിംറ്റംസ് PCODക്കുണ്ട്. അതുകൊണ്ട് തന്നെ PCOD മുഴുവനായി മാറ്റുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നിന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 യോഗാസനങ്ങൾ പരിചയപ്പെടാം. നമുക്ക് പാദഹസ്താസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി 2 കൈകളും ഒരുമിച്ച് ഉയർത്താം. എക്സേൽ. കാൽമുട്ടുകൾ മടക്കാതെ എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നു അത്രമാത്രം ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഹെഡിനെ ഫ്രീ ആയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കാം. നെക്ക് നന്നായി റിലാക്സ് ചെയ്തിരിക്കട്ടെ. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം. റെഡി? ദെൻ ഇൻഹേൽ അപ്പ് അഗൈൻ ആൻഡ് എക്സേൽ. റിലാക്സ്. ഇനി നമുക്ക് ത്രികോണാസനം പരിചയപ്പെടാം. അതിനായി കാലുകൾ 3 ഫീറ്റ് അകലത്തിൽ വയ്ക്കാം. റെഡി? 2 കൈകളും ഷോൾഡർ ലെവൽ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് എക്സേൽ. റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാം. കാൽമുട്ടുകൾ ഒട്ടും തന്നെ ബെൻഡാവാതെ എത്ര താഴെ കൊണ്ടുവരാൻ പറ്റുന്നു അത്രമാത്രം മുകളിലത്തെ കൈയിലേക്ക് നോക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. എക്സേൽ ടു ദ ലെഫ്റ്റ് സൈഡ്. കാൽമുട്ടുകൾ ഒട്ടും തന്നെ ബെൻഡ് ആവാതെ എത്ര കുനിയാൻ കഴിയുന്നു അത്രമാത്രം മുകളിലത്തെ കൈയിലേക്ക് നോക്കാം. കം ബാക്ക് ആൻഡ് റിലാക്സ്. അടുത്തതായി അധോമുഖാസനം പരിചയപ്പെടാം. 2 കൈകളും തുടകളോട് ചേർത്ത് വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്താം. റെഡി? Up your hand and exhale. കാൽമുട്ടുകൾ ഒട്ടും തന്നെ മടക്കാതെ എത്ര ബെൻഡ് ചെയ്യാമോ അത്ര ബെൻഡ് ചെയ്ത് കൊടുക്കാം. കഴുത്തിനെയും ഹെഡിനെയും വളരെ റിലാക്സ് ചെയ്ത് ഡൗൺ ചെയ്ത് കൊടുക്കാം. നോർമൽ ബ്രീത്തിങ്. റെഡി? ഇൻഹേൽ ആൻഡ് റിലാക്സ് യുവർ ഹാൻഡ്സ്. ഇപ്പോൾ കണ്ട രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ കഴിയുന്ന 3 യോഗാസനങ്ങൾ. അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഇത്രയും ഒരു ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഓവർ സ്ട്രെയിൻ എടുത്ത് ചെയ്യരുത്. വളരെ സാവധാനം എത്രയാണോ നമ്മുടെ ബോഡി നമുക്ക് ഫ്ലെക്സിബിളാകുന്നത് അത്രമാത്രം ആ റേഞ്ചിൽ മാത്രം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വളരെ സാവധാനം ഒരു 2-3 മന്ത് കൊണ്ട് ഞാൻ ചെയ്ത രീതിയിൽ ഒരു ഫുൾ സ്ട്രെച്ചിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ദിവസം 1 മുതൽ 3 തവണ വരെ ഓരോ ആസനാസം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ യോഗാസനങ്ങളുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.